ജയശ്രീ കേരള കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം, ചപ്പാത്തി തുടങ്ങിയ പല ഡിഷുകളുടെ കൂടെയും കഴിക്കാവുന്ന ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഈ കറി ഒരു സൂപ്പർ ടേസ്റ്റി വെജിറ്റബിൾ കറിയാണ്. ഞാനിവിടെ 1/4 കിലോ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് 8 മണിക്കൂർ കുതിർക്കാൻ വെച്ച് നന്നായി കഴുകിയെടുക്കണം. ഉണങ്ങിയ ഗ്രീൻ പീസ് ആയതുകൊണ്ട് 8 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചാൽ മാത്രമേ നന്നായി വെന്തു കിട്ടുകയുള്ളൂ. കുതിർക്കാൻ വെച്ച ഗ്രീൻ പീസ് നന്നായി ഞെരടി കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ തൊലികളെല്ലാം ഇളകി മാറിക്കിട്ടും. നന്നായി കഴുകിയെടുത്ത ഗ്രീൻ പീസ് ഒരു കുക്കറിലിട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിലെ സ്റ്റീം പോയതിന് ശേഷം കുക്കർ തുറക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നതിൽ കൂടുതൽ വേവിക്കുകയാണെങ്കിൽ ഗ്രീൻ പീസ് വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കറിയിലേക്ക് ചേർക്കാനായി ഞാനിവിടെ 3 ചെറിയ തക്കാളിയും 2 വലിയ സവാളയും 3 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 5-6 കറിവേപ്പിലയും 3-4 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതിലേക്ക് 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയാൽ മതിയാണ്. സവാള ഇവിടെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും മറ്റും പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയും മറ്റു പൊടികളും നന്നായി വഴന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഏകദേശം 5 മിനിറ്റോളം വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നേരത്തെ വേവിച്ചു വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒന്നുകൂടി തിളപ്പിക്കണം. ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ചെറുതായി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ചിലർ ഇതിലേക്ക് ഫ്രഷ് ക്രീമോ കാഷ്യൂനട്ട് പേസ്റ്റോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ കറിയുടെ നാടൻ ഫ്ലേവർ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. പാലക്കാട് ഗ്രീൻ പീസിന് പച്ചപ്പട്ടാണി എന്നും പറയാറുണ്ട്. നമ്മുടെ നാടൻ ഗ്രീൻ പീസ് കറി ഇവിടെ പാകത്തിന് വെന്തു കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണയും താളിച്ചു കൊടുക്കാം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഈ നാടൻ കറിക്ക് സ്വാദ് കൂട്ടും. പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാവുന്ന നല്ല വെജിറ്റബിൾ കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം.